ഞങ്ങളിപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് വെറുപ്പാണ്. ഞങ്ങൾ എന്തോ കുറ്റം ചെയ്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം നബിസ്വലമ ശപിക്കപ്പെട്ട വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളെ പലവരും കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ജാസി അല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ എടുത്ത് കൊടുക്കും, തുടക്കാനും ഇതിനൊക്കെ ഞാൻ പോകും, ക്ലീനിങ്ങൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഉമ്മാൻ്റെ കൂടെ ഹെൽപ്പിന് പോയിട്ടുണ്ട്, തുണി ഷോപ്പിൽ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് തോന്നുന്നുണ്ട് എന്തിനാണ് പഠിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്. എൻ്റെ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്ത് തന്നെ എല്ലാവരും നില ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ മോശമായ അനുഭവങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട്. കാരണം ജാസി ഒരു മണ്ടിയാണ്, അല്ലെങ്കിൽ ജാസി പറയുന്നതെല്ലാം അബദ്ധങ്ങളാണ്, അല്ലെങ്കിൽ ജാസി അങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ അവസരങ്ങൾ വേറുള്ള രീതിയിൽ മുടക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? പടച്ചവൻ്റെ ശാപം കിട്ടിയ വർഗ്ഗങ്ങളാണെന്നാണ് പറഞ്ഞ് പരത്തുന്നത്. ഒരു മൊയിലേരി എൻ്റെ വീഡിയോ എടുത്തിട്ട് വളരെ മോശമായിട്ട് എന്നെ മിസ്ട്രെൻഡ് ചെയ്ത് സംസാരിച്ച ആൾക്കാരുണ്ട്, പെണ്ണ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഉമ്മാനെ തല്ലുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അവരോടൊന്നും ഇത്തരത്തിലൊരു വെറുപ്പ് ഞാൻ കണ്ടിട്ടില്ല. അണ്ടിത്താത്ത, കുണ്ടൻ, 9, ചാന്ത് പൊട്ട്, കോൽക്കളിയാണോ? എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങ് മരിച്ചാലോ, ഞാൻ മരിച്ചു കഴിഞ്ഞവരൊക്കെ പ്രശ്നം തീരുമോ? ആശയുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആശയില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ എന്നെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ മരിച്ചു പോയേനെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതൊരു അഭിനയമല്ല, ഇതൊരു നാടകമല്ല. ഇത് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളായി ജീവിക്കണതിൽ എന്താണ് തെറ്റ്? ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻഗാഡ് സിംബർവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ ഒറിജിനൽസ്. ഒരു പുരുഷ ശരീരത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പുരുഷ മനസ്സിൽ നിന്നും സ്ത്രീ ശരീരത്തിലേക്കുള്ള, അല്ലെങ്കിൽ സ്ത്രീ മനസ്സിലേക്കുള്ള ഒരു കൂടുമാറ്റം എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നത് പോലെ അത്ര എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമായിരിക്കാം അതിൻ്റെ വേദനകളും യാതനകളും മനസ്സിലാക്കാൻ സാധിക്കുക. അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം വേദനകളും, ഇത്രത്തോളം തേജോവധങ്ങളും, ഇത്രത്തോളം അപകീർത്തികരപരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ മുൻപിലുള്ളത്. മറ്റാരുമല്ല, സോഷ്യൽ മീഡിയ സെൻസേഷനായിട്ടുള്ള ജാസിയാണ്. താങ്ക് യു, നമസ്കാരം. ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇൻട്രോ പറഞ്ഞത് കേട്ടില്ലേ? സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇങ്ങനൊരു ലൈഫ്, അത് ഈ ലൈഫിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൽ എത്രത്തോളം അതിലൊരു വേദന ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നോർമലി പുറത്തുനിന്ന് ആൾക്കാരെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ഹാപ്പിനെസ് ആണ്, അവർ ഇങ്ങനെ ചാന്തുപൊട്ടാണ്, 9 എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇത്തരം ആൾക്കാരെ പല ഭാഗത്തു നിന്നും മാറ്റി നിർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളെ കാണുമ്പോൾ ഒരു എന്തോ പോലെ നോക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പേഴ്സണലി നമുക്കത് തോന്നുന്ന ഒരു വിഷമം, അല്ലെങ്കിൽ നമ്മൾക്കത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. കാരണം നമ്മൾ എത്രയൊക്കെ സ്ത്രീ ആണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ ട്രാൻസ് ആണെന്ന് പറഞ്ഞാലും, ആൾക്കാർ നമ്മളെ കാണുന്ന ഒരു ലെവലുണ്ട്. എന്തൊക്കെ ആയാലും അവർ പെണ്ണായതാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ അഭിനയിച്ച് നടക്കുന്നവരാണെന്നുള്ളത് പൊതുവെ ഒരു ധാരണ കുറെ ആൾക്കാരിലുണ്ട്. അങ്ങനത്തെ കുറെ ധാരണകളുണ്ട്. പക്ഷെ അതൊക്കെ മാറേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറി എല്ലാവരെയും സഹജീവികളായിട്ട്, അല്ലെങ്കിൽ എല്ലാ ജെൻഡറിനെയും അംഗീകരിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോഴത് പല സ്ഥലങ്ങളിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുറമെ നോക്കുമ്പോൾ അംഗീകാരങ്ങളുണ്ട്, പക്ഷെ അത് അതിൻ്റെ ഉള്ളിലോട്ട് ചൂഴ്ന്ന് നോക്കുമ്പോൾ അവർക്ക് കളിയാക്കലും പരിഹാസങ്ങളും ഇപ്പോഴും ബാക്കി തന്നെയാണ്. നമുക്ക് ജാസി ആരാണ്? ജാസി പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവാം, എന്നിരുന്നാൽ പോലും ജാസി പറയാത്ത കഥകൾ, അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂവിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ മറ്റ് പോഡ്കാസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജാസി പറയാത്ത കഥകൾ, അല്ലെങ്കിൽ ജാസിയുടെ ഉള്ളിലെ വ്യതകൾ ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പരിഹാസങ്ങൾ മാത്രമാണ് എവിടെ നോക്കിയാലും, ഏത് കമൻറ്റ് സെക്ഷനിൽ നോക്കിയാലും എത്രത്തോളം സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ കാണാം. അതെല്ലാം ജാസിയുടെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഒരു 500 പേര് കമന്റ് ചെയ്താൽ 250 പേരും മോശം കമന്റുകളാണ് ഇടുന്നത്. അപ്പൊ അത്തരത്തിൽ ഇടുന്നവർ മനസ്സിലാക്കട്ടെ, നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആകുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് കടക്കേണ്ടി വന്നതൊക്കെ ജനങ്ങൾ അറിയണം. അതാണ്. എവിടെയാണ് ജാസി ജനിച്ചത്? ഞാൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്നുള്ള സ്ഥലത്താണ് എൻ്റെ നാട്. അവിടെയാണ് ജനിച്ചതും പഠിച്ചതും. പേര്? ഉപ്പാന്റെ പേര് അഷ്റഫ്, ഉമ്മാന്റെ പേര് സൈനബ. എനിക്ക് 2 താത്തമാരാണ്. 2 കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു ചേച്ചിയെ പട്ടാമ്പിയിലേക്കാണ് കല്യാണം കഴിച്ചത്. ഒരാൾ നമ്മുടെ അടുത്ത് ചെമ്പിക്കൽ എന്ന് പറയും, ഞങ്ങൾ അവിടെ രാങ്ങാട്ടൂർ ചെമ്പിക്കൽ ആ ഭാഗത്തേക്ക്. പിന്നെ എൻ്റെ ഒരു
ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറയുന്നത് വളരെ വിഷമമായിട്ടുള്ളൊരു ലൈഫാണ്. കാരണം ഒരുപാട് സന്തോഷങ്ങളും ഹാപ്പിനെസ്സും ഒന്നും കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം എനിക്ക് ഞാൻ കണ്ടു വളർന്നത് എൻ്റെ ഉമ്മ ജോലിക്ക് പോകുന്നതും ഉപ്പ കഷ്ടപ്പെടുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ പിന്നെ സ്കൂൾ ലൈഫ് ആണെങ്കിലും ഒരുപാട് പേരുന്ന കളിയാക്കല്, പരിഹാസം, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ തന്നെയായിരുന്നു. ചൂഷണങ്ങൾ, അങ്ങനെയൊക്കെ. ഒരു വ്യക്തി എന്തായാലും ജനിച്ച ഉടൻ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡറിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മാനസിക വൈകല്യങ്ങൾ ഇതാണ്, വൈകല്യങ്ങൾ ഞാൻ പറയുന്നില്ല, സ്വത്വം ഇതാണ്, മാനസിക സ്വത്വം ഇതാണെന്ന് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. പോകെയാണല്ലോ അറിയുന്നത്. എങ്ങനെയാണ് അതായത് ഞാനൊരു പുരുഷനല്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീത്വം കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് അത്യാവശ്യം ഒരു ഓർമ്മ വെച്ച സമയം മുതലേ എനിക്ക് അറിയാം എൻ്റെ ഉള്ളിൽ ഒരു പുരുഷനല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ പുറത്ത്. എന്നാണ് ആദ്യം തിരിച്ചറിയുന്നത്? ഞാൻ എന്തായാലും ആ ഒരു ദിവസം എന്തായാലും മറക്കാൻ വഴിയില്ല. അല്ല, ചെറുപ്പം മുതലേ എനിക്ക് കളിപ്പാട്ടങ്ങളോട് കളിപ്പാട്ടം തരുമ്പോൾ ആൺകുട്ടികൾ കൊടുക്കുന്ന പോലെ ഫുട്ബോളും ക്രിക്കറ്റും കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടം പാവകളോടായിരുന്നു. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ലൈഫ് ഈ ഒരു ലൈഫിലേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ ചേച്ചിമാരെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, ഉമ്മാന്റെ സാരി എടുക്കുക, ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് ഉപ്പ നേരത്തെ മരിച്ചിട്ടൊന്നും പോയിട്ടില്ലല്ലോ, ഇപ്പൊ അല്ലേ ഈ അടുത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മയുടെയും ഉപ്പ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ടാക്സി ഡ്രൈവർ ആയിരുന്നു. അപ്പൊ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന ഉമ്മയുടെയും ഈ രണ്ട് ചേച്ചിമാരുടെ അടുത്താണ്. അവരുടെ ഒരു സാമീപ്യം, അവരുടെ ഒരു ഇതൊക്കെയാണോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകാനൊരു കാരണം? ഒരിക്കലല്ല. ഇപ്പോ എല്ലാം ബ്രദേഴ്സും ഇടയിലും ചില ആൾക്കാരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ സ്ത്രീകളെ കൂടെ ഇടപഴകുന്നത് കൊണ്ട് അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആവും, അല്ലെങ്കിൽ ഡാൻസ് കളിച്ചത് കൊണ്ട് അവർ ട്രാൻസിലേക്ക് മാറും, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ശൈലി വരും എന്നുള്ള പ്രവണത തെറ്റാണ്. ഇത് നമുക്ക് മാനസികമായിട്ട് തന്നെ തോന്നും. കാരണം നമുക്ക് ഒരു അടുപ്പം നിൽക്കുന്നത് പുരുഷന്മാരോടാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്ത്രീകളുടെ മനസ്സാണ്. നമുക്ക് പുരുഷന്മാരുടെ ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം സ്ത്രീകളുടെ ഡ്രസ്സിനോടും സ്ത്രീകളുടെ ആഭരണങ്ങളോടും മേക്കപ്പ് സാധനങ്ങളോടും ഒക്കെ തന്നെ ആയിരിക്കും. എനിക്ക് ചെറുപ്പം മുതലേ കളിക്കുമ്പോഴൊക്കെ ഞാൻ അമ്മയായിട്ടാണ് ഉണ്ടാവുക. ഞാൻ ആൺകുട്ടിയാണെങ്കിൽ പോലും എനിക്ക് അമ്മയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് ചെയ്യണം. അപ്പോൾ അപ്പോഴേ എനിക്ക് അറിയുന്നുണ്ട് പക്ഷെ അപ്പോൾ എനിക്ക് അത് കുഞ്ഞൊരു കുട്ടിയായതുകൊണ്ട് ഞാൻ അത് ആണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെണ്ണാണെന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു 8th കഴിഞ്ഞ് ഒരു 9th എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുകയാണ് ഞാൻ ഒരു സ്ത്രീയാണ്. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഇത്? ബാക്കിയുള്ളവരൊക്കെ ഒറിജിനൽ സ്ത്രീകളെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ എന്നെ കളിയാക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതെന്താ എനിക്ക് മാത്രം, ഈ ലോകത്ത് ഞാൻ മാത്രമാണോ ഇങ്ങനെ ഒരാളുള്ളൂ എന്നൊക്കെ എൻ്റെ ചിന്ത പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. പിന്നെ അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാൻ പറ്റും. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ഓൾറെഡി അവർ നമ്മുടെ പാരൻസ് ആണല്ലോ. അഫ്കോഴ്സ് അവർക്ക് മനസ്സിലാവും. നമുക്കൊരു ചെറിയൊരു പനി വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റങ്ങൾ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ മനസ്സിലോ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്ക് വേഗം മനസ്സിലാവും. അപ്പൊ എൻ്റെ മാറ്റങ്ങൾ മുമ്പേ എൻ്റെ ഉമ്മ മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. പിന്നെ ഉപ്പയാണെങ്കിലും പുറത്ത് ടാക്സി ഡ്രൈവർ ആണ്, പുറത്ത് പോകുന്ന ആളാണ്. അപ്പോൾ ഉപ്പാനെ കാണുമ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയും, നിന്റെ മകൻ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നടക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കൂടെ നടക്കുന്നത്, പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുന്നത്, കളിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പം മുതലേ നേരിട്ടിട്ടുണ്ട്. തല്ല് കിട്ടിയിട്ടുണ്ട്, ഒക്കെ വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അങ്ങനെ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉപ്പ തല്ലിയിട്ടൊക്കെ ഉണ്ട് എന്നെ. എന്ന് വിചാരിച്ച ഉപ്പ ഭയങ്കര ഒരു മോശപ്പെട്ട ആളൊരു അല്ല. അത് എല്ലാരും പിതാക്കന്മാർ ചെയ്യുന്ന പോലെ സ്വാഭാവികം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ജീവിതം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമം അതൊക്കെ ആയിരിക്കാം. ഉപ്പ പുറത്ത് പോകുന്ന വ്യക്തികളാണ്, ഉമ്മാനെ വരെ ഉള്ളിലിരിക്കുന്ന ആളല്ല. അപ്പൊ പുറത്ത് പോകുമ്പോൾ ഉപ്പാനോട് അഫ്കോഴ്സ് ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, നിന്റെ മോൻ എന്താടാ ഇങ്ങനെ ആണും പെണ്ണും കെട്ടി നടക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപ്പാനോട് ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കും ഒരു പക്ഷെ. അതുകൊണ്ടായിരിക്കും ഉപ്പ ഇത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് ആ സമയത്തൊക്കെയാണോ തിരിച്ചറിയുന്നത്? ഞാൻ ഹൈസ്കൂൾ എന്നാണ് തിരിച്ചറിയുന്നത്? അതായത് ഇങ്ങനെ എനിക്കൊരു സ്ത്രൈണത എന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് എന്റെ ഒരു ഹൈസ്കൂൾ കാലഘട്ട സമയത്താണ്. കാരണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഒരു 8, 9 ആ കാലഘട്ടത്താണ് ഞാൻ കൂടുതൽ ഇത് പഠിച്ചു വരുന്നത്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്താണ്. ആ സമയത്ത് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ, ഇതൊന്നിനെ കുറിച്ചൊന്നും എനിക്കൊരു ബോധമില്ല. ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ മാത്രമാണ്. ഞാൻ വെച്ചത് എന്താ എനിക്ക് മാത്രമാണോ ഇങ്ങനെ, എന്നെ പോലെ ഈ ലോകത്ത് ഞാൻ മാത്രമാണോ എന്നാണ് ഞാൻ വിചാരിച്ചത്. സംസാരത്തിലും ഒരു സ്ത്രൈണത ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു. സംസാരത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാത്തിലും. പിന്നെ എനിക്കാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ കാണുന്നത്, ഒരു കല്യാണത്തിന് പോയി നിൽക്കുന്നതും ഒക്കെ ഭയങ്കര കുറവുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ചമ്മലായിരുന്നു. കാരണം എല്ലാവരും എന്നെ നോക്കുവോ, എന്നെ അഡ്രസ്സ് ചെയ്യോ, ഞാനൊരു പെണ്ണുങ്ങളെ പോലെ ആയതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കുവോ എന്നുള്ള ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയം മുതൽ അറിഞ്ഞു എന്നുള്ളതാണ് സത്യം.
എന്നിട്ട് ഞാൻ ചോദിക്കുന്ന, അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്ത്രൈണത കിടക്കുന്നു എന്ന് നമ്മൾ ജീവിക്കുന്ന പുരുഷനായിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്കൊരു ജീവിതം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഇത് ഒരു സ്ത്രീ ആയി മാറാനോ അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രം ധരിക്കാനോ ഇഷ്ടം ഉണ്ടായിട്ട് ഇങ്ങനെ ആയി മാറിയ വ്യക്തിയല്ല ഞാൻ. എനിക്ക് എൻ്റെ മനസ്സിൽ ഓൾറെഡി എനിക്കറിയാം. പക്ഷെ നമ്മൾ സ്വന്തം തുറന്ന് പറയാനൊക്കെ ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫാമിലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് എന്തായിരിക്കും. കാരണം ഞാനൊരു ആൺകുട്ടിയല്ല, എൻ്റെ ഉള്ളിലൊരു പെണ്ണാണെന്ന് പറയാൻ ആ സമയത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം തന്നെ. കാരണം ഞാൻ വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഇത് തുറന്ന് പറയാനുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അതിനുള്ള കുറിച്ചുള്ള ഭവിഷ്യത്തുകൾ ആദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു. എൻ്റെ സ്വന്തം ഭവിഷ്യത്തുകൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവങ്ങൾ എന്താണ്? എനിക്ക് എൻ്റെ 2 ഇത്താത്തമാരുണ്ട്. അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പിന്നെ അതുകൂടാണ്ട് എനിക്കത് പേഴ്സണലി പറയാൻ എൻ്റെ മൂത്താപ്പന്മാരെ പേടിയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കുണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ പറയാണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ വളരെ റീസെൻ്റ്ലി അതിനുശേഷം ദുബായിലേക്ക് പോയി. വളരെ റീസെൻ്റ്ലി ആണ് ഞാൻ എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് അതിന് മുമ്പ് അറിയാം എല്ലാവർക്കും ഞാൻ ഏതാന്നുള്ളത്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഉപ്പ മരിച്ച ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ ഫുൾ ഓഫ് ഈ ഒരു ഇതിലേക്ക് മാറുന്നത് ഈ സമയത്തിന് ശേഷം, ഉപ്പ മരിച്ചതിന് ശേഷമാണ്. ഈ ഉപ്പായുടെ മരണം, സത്യം പറഞ്ഞ മരണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഉപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് പേടിയായതുകൊണ്ടാണോ അതോ ഉപ്പാക്കൊരു എന്നെ കൊണ്ടൊരു മോശം വേണ്ടാന്നും പിന്നെ ഉപ്പ ഒരിക്കലും അങ്ങനെ ഒരു ഇതിൽ അംഗീകരിക്കുമോ എന്നുള്ള ഇതെനിക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉപ്പ പുറത്തു പോകുന്ന ആളല്ലേ. ഉമ്മമാർക്ക് പിന്നെ മക്കളെ കുറച്ചും കൂടെ ഒരു ഇന്റിമസിയിലായിട്ട് മനസ്സിലാവും. ഉപ്പമാരെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും സ്വന്തം മക്കള് ഒരു ആണൊരു പെണ്ണായി നടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു മോശമായിട്ട് തോന്നുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ഉപ്പ മരിച്ചതിന് ശേഷമാണ് എനിക്കിത് തുറന്നു പറയാനുള്ളൊരു സംഭവം ഉണ്ടായത്. അപ്പൊ തന്നെ ഞാൻ വേറൊരു വിവാഹം കഴിച്ച് അത് ഓൾമോസ്റ്റ് എല്ലാം പ്രശ്നത്തിലും ആയി കഴിഞ്ഞ സമയം കൂടിയാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നി എൻ്റെ സ്വന്തം ഇതാണ്, എനിക്ക് ഇനി എന്റെ ലൈഫിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും വിവാഹം കഴിച്ച ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. അത് എല്ലാ തരത്തിലും, ലൈംഗികപരമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിരുന്നു ഒരു പക്ഷെ പറ്റുമായിരിക്കാം എന്നൊക്കെ. പക്ഷെ അത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ബെഡ്റൂമിലെ ഒരു സാറ്റിസ്ഫാക്ഷൻ താങ്കൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു. എനിക്ക് കൊടുക്കാനും പറ്റുന്നില്ല, എനിക്ക് ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് നമ്മൾ ഇത്ര കാലം എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഇനിയും ജീവിച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ലോകത്ത് ജീവിച്ച പോലെ ആയി പോകും. അപ്പോൾ ലൈഫിൽ ഇനി അഭിനയിക്കേണ്ട, ഇനി എൻ്റെ ലൈഫിൽ ഞാനായിട്ട് തന്നെ തുടരാന്നുള്ള രീതിയിലാണ് പിന്നെ ഈ ഒരു ഡിസിഷൻ എടുത്ത് ഇതിലേക്ക് കമ്മൗട്ട് ചെയ്ത് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞല്ലോ, ഈ മൂത്താപ്പമാർ ഒക്കെ കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ച് ആയിരുന്നു മൊത്തത്തിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക ആരും അക്സെപ്റ്റഡ് അല്ല അവര്. ഉമ്മ ഇപ്പോൾ വളരെ റീസെന്റ് ആണ് എന്നെ അക്സെപ്റ്റ് ഒക്കെ ചെയ്തത്. വീട്ടിൽ പോവും എന്നല്ല, പക്ഷെ ഉമ്മാക്കും അറിയില്ലല്ലോ. ടിപ്പിക്കൽ ഒരു മലപ്പുറം കാര്യമാണ്, എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് സംഭവം. ഇപ്പോഴും ഉമ്മ പറയാറുണ്ട്, നീ സർജറി ചെയ്യുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്താൽ മതി, ഇപ്പൊ തന്നെ വേണ്ടെന്നൊക്കെ പറയും. കാരണം ഉമ്മാക്ക് നഷ്ടപ്പെടാമെന്നുള്ളൊരു പേടിയായിരിക്കാം. കാരണം സർജറി ചെയ്ത് മരണപ്പെട്ടു ഉള്ളത് ഓൾറെഡി ഉമ്മാക്ക് അറിയാലോ, കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ടെന്നത്. അപ്പൊ അതുകൊണ്ട് ഉമ്മാക്കൊരു സ്നേഹം കൊണ്ടായിരിക്കും ഉമ്മ അങ്ങനെ പറയുന്നത്. പക്ഷെ പേഴ്സണലി എനിക്ക് ഒരുപാട് എൻ്റെ മൂത്താപ്പന്മാരും ഇളവന്മാരൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് പേടിയായിരുന്നു. എനിക്ക് പറയാൻ ഒരു പേടി ഉണ്ടായിരുന്നു, ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. ഇപ്പോഴും എൻ്റെ മൂത്താപ്പനൊക്കെ ഞാൻ അവിടുന്ന് കാണുമ്പോൾ ഞാൻ ഇവിടുന്ന് ഓടും. കാരണം ഇപ്പോഴും എനിക്ക് പേടിയാണ്. ആരോടാണ് ആദ്യമായിട്ട് ഞാനൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലേക്ക് മാറാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രൈണത ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, സത്യത്തിൽ ഞാൻ പുരുഷനല്ല എന്ന് തുറന്നു പറയുന്ന ആരോടാണ്? ഉമ്മാനോട് തന്നെ തുറന്നു പറയുന്നത്. ഉമ്മയോടാണ് ഉമ്മയുടെ പ്രതികരണം? ഉമ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിന്നെ ഞാനല്ലേ. എത്ര വയസ്സിലാ പറയുന്നത്? അത് ഞാൻ ഓൾറെഡി ഇപ്പൊ കമ്മൗട്ട് ചെയ്തതിനു ശേഷം. അതിന് മുമ്പ് എപ്പോഴെങ്കിലും? അതിന് മുമ്പ് എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. സുഹൃത്തുക്കൾക്ക് നാട്ടിലുള്ള സുഹൃത്തുക്കളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ഓൾറെഡി മെയിൽ സുഹൃത്തുക്കളോടാണോ ഫീമെയിൽ സുഹൃത്തുക്കളോട്? എന്റെ സെയിം ഇതിലുള്ള സുഹൃത്തുക്കളോട്, മെയിലായിട്ടുള്ള സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത്, നിനക്ക്
ഞാൻ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്ന സമയത്ത് എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് പറ്റുമോ, നിനക്കത് ചെയ്യാൻ പറ്റുമോ, നിനക്ക് ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കത് ഇതായി പോകുമോ എന്നൊക്കെ ഉള്ളത് എന്നോട് ഓൾറെഡി ചോദിച്ച കാര്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഓക്കെ ആവും, നോക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും നമുക്കത് പറ്റില്ല. ഈ ഇപ്പൊ എന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്, എനിക്കത് ഒരിക്കലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, അപ്പം സ്വാഭാവികമായിട്ടും ആ സ്ത്രീ, വിവാഹം കഴിച്ച പെൺകുട്ടി എന്തെങ്കിലും സൂചിപ്പിക്കും, അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങളൊക്കെ കല്യാണത്തിന് എത്ര, ഒരു വർഷം, ഒരു മാസം, വെറും ഒരു മാസം അല്ലേ? ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 year കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. പിന്നെ കല്യാണത്തിന് ഒരു മാസം മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു കഴിഞ്ഞ് വീണ്ടും പോയി. പിന്നെ ഒരു 15 ദിവസം ഞാൻ ഉപ്പ മരിച്ചിട്ട് പിന്നെ ഒരു 15 ദിവസം വന്നു. ആ സമയത്താണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ലീഗലി ഡിവോഴ്സ് ആകുന്നത് അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും മനസ്സിലൊരിക്കലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, കാരണം ആകെ ലൈഫിൽ സ്ത്രീ എന്ന രീതിയിൽ വിവാഹം കഴിച്ച ഒരൊറ്റ വ്യക്തിയല്ലേ ഉള്ളൂ. ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീ ഇതാണ് എന്ന് പറഞ്ഞ് അപമാനിക്കുകയോ അല്ല അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നോട്. അങ്ങനത്തെ അപമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ഭയമായിരുന്നു എനിക്ക്. കാരണം സ്വന്തം വീട്ടിലേക്ക്, കാരണം എൻ്റെ റൂമിൽ അതുവരെ എനിക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം അവിടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ പിന്നെ അഭിനയിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് അഭിനയിച്ച് മടുത്തു എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് ഞാൻ എക്സ്ട്രീമിലേക്ക് ഞാൻ എത്തി. ഞാൻ ആ കുട്ടി ഉറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ വീട്ടിലിരിക്കും. അവരെ ഉമ്മ പറയും, നീ എന്താ ജാസി പോവാത്ത, ഇപ്പൊ കല്യാണം ഉണ്ടല്ലോ, നീ പോ, ആ കുട്ടി നിന്നെ കാത്തിരിക്കില്ലേ. എൻ്റെ ഉമ്മ വിളിക്കും, എവിടെയാ അവളിത് കാത്തിരിക്കുന്നത്, നിങ്ങളുടെ വാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് എന്നെ തുറന്ന് പറയണം, ഞാൻ ഇങ്ങനെയല്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയല്ല എന്ന് തുറന്ന് പറയണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പറയാനുള്ള ഭയം കൊണ്ടാണ് പിന്നെ ഞാൻ പിടിച്ച് കുറച്ചുകൊണ്ട് നിന്നത്. അത് എനിക്ക് ദുബായിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ദുബായി പോയി ഞാൻ ഒറ്റക്കാണ്, എനിക്ക് വേറെ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന എല്ലാവരും പെൺകുട്ടിക്ക് മനസ്സിലാക്കി കൂടെ. അപ്പം പെൺകുട്ടി സ്വാഭാവികമായിട്ടും എന്നോട് മനസ്സിലാക്കാവുന്നല്ലോ. എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ. എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ജാസ്തി പെൺകുട്ടികളെ പോലെ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ അതോ റിയൽ ആയിട്ട് പെൺകുട്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു ചെറിയൊരു ഷൈനസ് ക്യാരക്ടറാണ്, എനിക്ക് പെണ്ണുങ്ങളെ പോലെ ചെറിയൊരു സ്വഭാവമൊക്കെ ഉണ്ട് ഓൾറെഡി ഞാൻ സൂചിപ്പുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി. പിന്നെ എനിക്ക് അന്നും ഈ സംസാര ശൈലിയും സൗണ്ടും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഞാനൊരു എന്താ പറയാ, എനിക്കിങ്ങനെ പെൺകുട്ടികളെ ഒരു ശൈലി ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ ഞാനും വിചാരിച്ചത് ലൈഫ് അങ്ങനെ പോവും, കുഴപ്പമില്ലാണ്ട് പോകും എന്നാണ്. പക്ഷെ നമ്മളതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതല്ല, നമുക്ക് ഒരിക്കലും ഇത് പറ്റത്തില്ല എന്ന് മനസ്സിലായത്. തോന്നിയിട്ടുണ്ടോ ഉപ്പ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷകരമായേനെ എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉപ്പ എനിക്ക് തോന്നുന്നു ഉപ്പ ഉണ്ടെങ്കിൽ എന്നെ അംഗീകരിക്കുമായിരിക്കും. പക്ഷെ ഉപ്പാക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഉപ്പ അംഗീകരിക്കാതിരിക്കൊന്നുമില്ല. എൻ്റെ ഉപ്പ ഭയങ്കര പാവം, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ഉപ്പ മരണപ്പെട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫ് ഒന്നും കൂടെ ഇതാക്കിയത്. കാരണം നമുക്ക് അതുവരെ നമ്മൾ ഒന്നും അറിയാത്ത കാര്യങ്ങൾ എല്ലാം നമ്മുടെ തലയിലേക്ക് ആവുന്ന സമയമാണത്. അത് ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളും നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ ദുബായിൽ മാസം ക്യാഷ് അയച്ചു കൊടുക്കുന്ന, അല്ലാണ്ട് വീട്ടിലെ എല്ലാ ചെലവുകളും കാരണം ഒരു റേഷൻ പിഴ പോകുന്ന കാര്യം ഒന്നും അറിയുന്നില്ല. ഇതെല്ലാം നമ്മൾ ക്ഷേത്രത്തിന് ശേഷം പിന്നെ ഫുൾ നമ്മളാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ അല്ല, പക്ഷെ എന്നാലും പക്ഷെ എൻ്റെ ഉമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. മീൻസ് ഒരു ഉമ്മ എന്ന രീതിയിൽ എനിക്ക് 100% മുകളിൽ എൻ്റെ ഉമ്മ തന്നിട്ടുണ്ട്. കാരണം ഉമ്മ ഞങ്ങളെ വളർത്തിയത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഉമ്മ കഷ്ടപ്പെട്ടത്, കാരണം ഞാനൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എണീക്കുമ്പോൾ ഉമ്മാനെ ഞാൻ കാണാറില്ല. കാരണം ഉമ്മ രാവിലെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടാവും. ഉമ്മക്ക് അന്ന് 6 വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. വീട്ടു ജോലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ നിങ്ങളുടെ ഒരു പക്ക ഒരു യാഥാസ്ഥിക ഒരു നോർമൽ കുടുംബമാണ്. ഇപ്പോഴാണ് ഞാൻ ദുബായ് അല്ല വീടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര കുറവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഉപ്പ ടാക്സി ഡ്രൈവറാണ്,
പക്ഷെ മൂത്താപ്പ ഇളാപ്പൊക്കെ പിന്നെയും കുഴപ്പമില്ലാണ്ട് അവരൊക്കെ ലൈഫ് കുറച്ചുകൂടെ നല്ല ഇതാണ്. പക്ഷെ ഞങ്ങളാണ് കുറച്ചും കൂടെ വീക്ക് ആയിട്ടുള്ളൊരു ഫാമിലി. അപ്പൊ അതന്നെ എൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉമ്മ ജോലിക്ക് പോയതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഉപ്പാക്ക് ടാക്സി ഡ്രൈവറാണ്. അപ്പൊ എപ്പോഴും ഉപ്പാക്ക് അങ്ങനെ ടാക്സി ഒന്നും ഓടാൻ പറ്റത്തില്ല. അപ്പോൾ ഉമ്മ ഒരുപാട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട് സ്ട്രോങ് ഒരു ലേഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ്. കാരണം എൻ്റെ ഉമ്മ അത്രയും ഒരു സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്താൻ പോലും ഞങ്ങൾ ഉണ്ടാവില്ല ഞാൻ. കാരണം അത്രയും പിന്നെ ഞാൻ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ എടുത്ത് കൊടുക്കും. ഞാനും വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, കുട്ടികളെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? എന്താ ചെയ്തിരിക്കുന്നത്? തുടക്കാനും ഇതിനൊക്കെ ഞാൻ പോകും, ക്ലീനിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഉമ്മാനെ കൂടെ ഹെൽപ്പിന് പോയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് വരുമാനം കിട്ടും. പിന്നെ ഞാൻ ഈ തുണി ഷോപ്പിൽ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടായുള്ള കാരണം ഞാൻ വളാഞ്ചേരി സ്വാഗതിന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ വന്നൊരു ഘട്ടത്തിലൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ് എനിക്ക്. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എല്ലാ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലും ഇങ്ങനെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ജാസി അല്ലായിരുന്നു ആ സമയത്ത് ഞാൻ. കാരണം എനിക്ക് എൻ്റെ ലൈഫ് വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളും കൊണ്ട് എനിക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന രീതിയിൽ ഞാൻ ഉമ്മാനും ഉപ്പാനും സഹായിക്കാൻ വേണ്ടി പല ജോലിക്കും പോയിട്ടുണ്ട്. ഞാൻ ഡിപ്ലോമ ഹോട്ടൽ മാനേജർ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഞാൻ ജോലിക്ക് പോവും, അവിടുന്ന് കിട്ടുന്ന സാലറി പിന്നെ ടിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഫീസും എൻ്റെ കോളേജ് ഫീസും എൻ്റെ യൂണിഫോമിനൊക്കെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലും കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടച്ച് വുഡ് അല്ലാഹ് സഹായിച്ച് നമുക്ക് എല്ലാ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഓരോ ഇതിൻ്റെയും വില അറിയാനുള്ള ഇതെനിക്കുണ്ട്. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടിന്ന് താഴേന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ എനിക്ക് എല്ലാം നോക്കി കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന രീതിയിൽ തന്നെയാണ് കുടുംബക്കാരെ സത്യം പറഞ്ഞാൽ കാണേണ്ടത് അല്ലേ? ഈ സമൂഹം വിമർശിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കും കുടുംബക്കാരെ വിമർശിക്കുന്നത്. അതെ. അങ്ങനെ കുടുംബത്തിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉമ്മാനെ പേഴ്സണലി ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ ഓരോ കാര്യങ്ങൾ. ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉമ്മാനെ വിളിച്ച് പറയുമ്പോൾ ഉമ്മ അത് പേഴ്സണലി ഉമ്മക്ക് അത് ഭയങ്കര വിഷമമാവാറുണ്ട്. പിന്നെ പേഴ്സണലി എന്നോട് ഇങ്ങനെ കുറേ കുടുംബക്കാരെ വെച്ച് പറയാറുണ്ട്, നിന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയത്, എന്നിട്ട് ഇപ്പോഴും ആ ഉമ്മാക്ക് കണ്ണീര് മാത്രമാണ് നീ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരാറുണ്ട്. കാരണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനായിട്ട് മാറിയതാണോ ഇവർക്ക് പ്രശ്നം? അതല്ല ഞാൻ എൻ്റെ സ്വത്ത് മനസ്സിലാക്കി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത് കൊണ്ടാണോ ഇവർക്ക് പ്രശ്നം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ജന്മത്തിന് ഈ ഒരു ലൈഫിന് തന്നെ ഞാൻ വെറുത്തിട്ടുണ്ട്. കാരണം പലപ്പോഴും അത് ആൾക്കാർ പറയും, നീ പിന്നെ വെറുത്തിട്ട് പിന്നെ ഈ ട്രാൻസ്ജെൻഡർ ലൈഫിലേക്ക് വന്നത്, ഇത് പ്രൗഡായിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ജനിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ തീർച്ചയായിട്ടും. കാരണം അത് സത്യം പറഞ്ഞാൽ ഈ പറയുമ്പോഴൊക്കെ എല്ലാവർക്കും വലിയ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് പലപ്പോഴായിട്ട് തോന്നുന്നുണ്ട്, എന്തിനാണ് പടച്ചറബ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്? പടച്ചറബ് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇത്രയും വേദനാജനകമായിട്ടുള്ള, കാരണം അത് ആ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരെ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും ഒരു എന്താ പറയുക, നമ്മളെ വളരെ മോശപ്പെട്ട ഒരാൾക്കാരുടെ രീതിയിൽ നമ്മൾ ആൾക്കാർ കാണുന്നത് ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് പല ആൾക്കാരും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, പല ആൾക്കാരും നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് പല ഭാഗത്തു നിന്നുള്ള അവഗണനയും നമ്മളെ മാറ്റി നിർത്തലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് പല സിനിമകളിൽ നിന്ന് മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഒരു കാരണവശാലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 100% ജനങ്ങളെ എടുത്താൽ ഒരു 30% അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ ഒരു 25% ജനങ്ങളെ ഉള്ളൂ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. ബാക്കി 75% എത്രത്തോളം നിങ്ങളെ ഹരാസ് ചെയ്യോ അത്രത്തോളം ഹരാസ് ചെയ്തു. എനിക്ക് ഈ കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് അവരോട് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരാളെ പേഴ്സണൽ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു കൈയില്ലാത്ത ആളായാലും ഒരു കണ്ണില്ലാത്ത ഒരു കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെവിയില്ലാത്ത ആൾക്കാരായിക്കോട്ടെ, എല്ലാവരോടും സഹതാപമാണ്. ഞങ്ങളിപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് വെറുപ്പാണ്. ഞങ്ങൾ എന്തോ കുറ്റം ചെയ്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം നബി സല്ലല്ലാഹു ശപിക്കപ്പെട്ട വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളെ പലവരും കാണുന്നത്. ഇന്നിപ്പോൾ എത്രയൊക്കെ ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങളിപ്പോഴത്തെ ആൾക്കാരെ ഇനിയും മനസ്സിലാക്കാൻ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. പുറത്ത് കാണുമ്പോൾ നമ്മളോട് സ്നേഹത്തിൽ നല്ല ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മാറി കഴിഞ്ഞിട്ട് ഞങ്ങളെ പറ്റി കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരും ഇഷ്ടം പോലെ നമ്മുടെ ലോകത്ത് ഈ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ച് ഇരിക്കുന്നുണ്ട്.
അതിലൊക്കെ ഉപരി എനിക്ക് നേരിട്ട വലിയൊരു പ്രശ്നം. ഇപ്പം ഞാൻ ദുബായിലൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്ന് സെറ്റിലായ സമയത്ത് എനിക്ക് കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്ത് തന്നെ എല്ലാവരും നില ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ മോശമായ അനുഭവങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർക്കൊന്നും ഞാൻ ഒരു കുറ്റം ചെയ്യാണ്ട് എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത്. നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോൾ പോലും പല കമ്മ്യൂണിറ്റികളും നമ്മൾ ചേർത്ത് പിടിക്കാറില്ല. അതായത് സമൂഹത്തിലെ എല്ലാ തുറയിൽ നിന്നുള്ള പീഡനം കിട്ടുമ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടവരാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിഭാഗത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ്. അവർ പോലും അവരിൽ ചിലവര് ഞാൻ എൻ്റെ അനുഭവമാണ് ഇപ്പോഴും പറയുന്നത്. ഇനി ഇത് പിടിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്ന എനിക്കറിയാം, പക്ഷെ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്, കാരണം എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാം, എൻ്റെ ലെവലിൽ പറയാം. എൻ്റെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഭയങ്കര വേദനജനകമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും. അതായത് എന്നെ പരസ്പരം കരുവരുത്തി വെക്കുക, ഞാൻ ജാസി ഒരു മണ്ടിയാണ്, അല്ലെങ്കിൽ ജാസി പറയുന്നതെല്ലാം അബദ്ധങ്ങളാണ്, അല്ലെങ്കിൽ ജാസി അങ്ങനെ പല കാര്യങ്ങൾ, എൻ്റെ അവസരങ്ങൾ വേറുള്ള രീതിയിൽ മുടക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കാറുണ്ട്. അങ്ങനെ ചില ആൾക്കാർ. എന്നാൽ വളരെ ജെനുവിനായിട്ട് വളരെ സ്നേഹം തരുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾ വേറെ ഉണ്ട്. അതും ഞാൻ ഇതിൽ പറയണം. കാരണം അങ്ങനത്തെയും കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അവരോടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ഇവർക്ക് ചെയ്തത്, ഇവർക്കൊരു ദ്രോഹമോ അല്ലെങ്കിൽ ഞാൻ ഇവരെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്നിട്ടും എന്നെയും എൻ്റെ പാർട്ട്ണറിനെയും വളരെ വ്യത്യഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുന്നേ. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലവര്. ഈ അടുത്ത് ഞാനൊരു വാർത്ത കണ്ടിരുന്നു, അത് ഒത്തീർപ്പായം തോന്നുന്നു അല്ലേ, ഈദീസാദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തീർപ്പായി. അതൊക്കെ പേഴ്സണലി ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട്. അത് ഞാൻ പറഞ്ഞത്, നമ്മളെ ഫ്രണ്ടായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി, നമ്മളെ സുഹൃത്ത്, നമ്മളെ സ്വന്തം സിസ്റ്ററെ പോലെ ഉള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ അത് കുറച്ചും കൂടെ വേദനയുള്ള സംഭവമാണ്. അത് പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി ഒത്തുതീർപ്പായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്. കാരണം അത് അങ്ങനെ പോട്ടെ. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം അതിൻ്റെ ഒരു പാഠമായിട്ട് എൻ്റെ മനസ്സിലിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളായതുകൊണ്ട് ഇത്തരത്തിൽ ആ രീതിയിലാണ് നിങ്ങളെ പരിഗണിച്ചിരിക്കുന്നത്. അതായത് വേറൊരു വിഭാഗമാണ്, ശപിക്കപ്പെട്ടവരാണെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെട്ടു എന്നുള്ള രീതി പറഞ്ഞല്ലോ. ഇസ്ലാമിക വീക്ഷണത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് പറയാനുള്ള കാരണം എല്ലാവരും ഇല്ല, ചിലവർ. കാരണം ഇത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ളൊരു ഇത് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഞാൻ അവിടെ കുറ്റം പറയല്ല. ഇങ്ങനെ ആൺവേഷം കെട്ടി നടക്കുന്ന പെണ്ണിനെയും അല്ലെങ്കിൽ പെൺവേഷം കെട്ടി നടക്കുന്ന ആണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളോടൊരു അവഗണന. തീർച്ചയായിട്ടും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ പല ഭാഗങ്ങളിൽ പഠിച്ചോണ്ട് സിംഹാസനം പോലും മറകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും അത്തരത്തിലുള്ള ആൾക്കാരോട് പോലും ഒരു തരത്തിലും ഒരു പേഴ്സണൽ ഒരു ദേഷ്യമോ കാരണമോ വെക്കാത്ത ആൾക്കാർ, ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ എന്തിനാണ് ഇത്രത്തോളം ഒരു വിഷമം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതൊരു അഭിനയമല്ല, ഇതൊരു നാടകമല്ല. ഇത് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളായി ജീവിക്കണതിൽ എന്താണ് തെറ്റ്? ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ വേറൊരാളായിട്ട് കാണുന്നത്? ഞങ്ങളും നിങ്ങളെപ്പോലെ ഈ ലോകത്ത് ജനിച്ച് മരിക്കാനുള്ള അവകാശമുള്ള എല്ലാ രീതിയിലും എല്ലാ കാര്യത്തിലും വ്യക്തി സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ തന്നെയാണ്. മനുഷ്യന്മാർ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പരിഗണന ഞങ്ങൾക്കും തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും കാര്യം എനിക്ക് പറയാനറിയില്ല, എന്നാലും ഞാൻ എൻ്റെ കാര്യം പറയണം. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വിചാരിച്ച് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ കുറ്റപ്പെടുത്താണ്ട് മാറ്റി നിർത്താണ്ട് അല്ലെങ്കിൽ അവഗണനയോടെ കാണാണ്ട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗങ്ങളാണെന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്? കാരണം നബിക്ക് എല്ലാവരും സ്നേഹിക്കാനും ഇതാക്കാനാണ് അറിയുള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വാക്ക് അത് എവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനും എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ജനതയെ മുഴുവൻ കീഴ്മേൽ മറച്ചു കളഞ്ഞു എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. അത്തരത്തിൽ നബി പടച്ചവന്റെ ശാപം കിട്ടിയ വർഗ്ഗങ്ങളാണെന്നാണ് പറഞ്ഞു പരത്തുന്നത്.
അപ്പം അതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലായുള്ള ഒരു വ്യക്തി തന്നെയാണ്. എനിക്കിത് പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അവർ കാണുന്നത് അത്തരത്തിലൊരു അവഗണന ഞങ്ങൾക്ക് നേരിടുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്, പെണ്ണ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഉമ്മാനെ തല്ലുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അവരോടൊന്നും ഇത്തരത്തിലൊരു വെറുപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി ഏതെങ്കിലും മൗലവിമാരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും വളരെ മോശമായിട്ട് എന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ മിസ്ജെൻഡർ ചെയ്ത് സംസാരിച്ച ഒരാളുണ്ട്. ഒരു ആള് ഒരു മൊയിലേരി എന്റെ വീഡിയോ എടുത്തിട്ട് വളരെ മോശമായിട്ട് എന്നെ മിസ്ജെൻഡർ ചെയ്ത് സംസാരിച്ച ആൾക്കാരുണ്ട്. സ്വന്തം എന്താണ് സംസാരിച്ചാൽ കണ്ടിട്ടില്ല. ഞാൻ നീ സ്ത്രീയാണോ അതോ നീ ആണാണോ പെണ്ണാണോ എന്ന രീതിയിൽ സംസാരിച്ച വ്യക്തി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ മദ്രസയിൽ സ്വന്തം അറിവ് പറഞ്ഞുകൊണ്ട് ഉസ്താദ്മാർ എത്ര ഇതിലായിട്ട് എത്ര പെൺകുട്ടികളെ മിസ്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇത് നമുക്ക് വരുന്നില്ലേ. അവരോടും ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല. ഞങ്ങളെ പോലത്തെ ആൾക്കാരോടാണ് അമർഷം മുഴുവൻ. അല്ല, അവരോടും അമർഷമുണ്ട്. ഞാനും കമ്മ്യൂണിറ്റി നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം. ഉസ്താക്കന്മാർ അങ്ങനെ ചെയ്താൽ അവരെയും എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ എന്തുകൊണ്ടാണ് അത്രയും, അത് കാലം തെളിയിക്കട്ടെ അല്ലേ. ഇങ്ങനെ പോകുന്നതല്ലേ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പണ്ടത്തെ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൂട്ടുകാരത്തിന്റെ ഇത് മഹല്ല് കമ്മിറ്റി അവളെ മയ്യത്ത് മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. കാരണം ഞങ്ങള് അത്തരം ഒരു മാറ്റി നിർത്തപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് അവഗണിച്ച ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാർ കുറച്ച് കയറി അവരെ അംഗീകരിക്കാനും ആൾക്കാർ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, സങ്കടങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിൽ ഇങ്ങനത്തുള്ള അവഗണനകൾ വല്ലാണ്ടായപ്പോൾ അത്രയും വിഷമകരമായിട്ട്, അതായത് കണ്ണ് നിറഞ്ഞു പോയ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇത്രയും ക്രൂശിക്കുന്നത് എന്നൊക്കെ തോന്നി, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ എല്ലാവരും കരഞ്ഞിട്ടുണ്ടോ? പല ഭാഗത്ത് കിട്ടിയ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഒരു ജാതി കളിയാക്കല്, ഒരു പരിഹാസം, നമുക്കവിടെ നിൽക്കാം. ഏതൊരു മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്നെ ആണെങ്കിൽ വേറൊരു മനുഷ്യൻ പുച്ഛിക്കുന്നത്, പരിഹസിക്കുന്നത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? എന്തിന്റെ പേരിലായിക്കോട്ടെ, നമുക്ക് മാത്രമല്ല അപമാനം എന്ന് പറയുന്നത്. നമ്മളെ പരിഹസിക്കുമ്പോഴേ നമ്മൾ മാറ്റി നിൽക്കുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴൊക്കെ അവർക്കും നേരിടുന്ന ഒരു വിഷമം, നമ്മുടെ മക്കളെ പറയുമ്പോൾ അവർക്ക് ഒന്നും പറയാൻ പറ്റാണ്ട് അവരും മിണ്ടാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. കാരണം അവരെ മുമ്പിൽ എന്നെ കളിയാക്കുമ്പോഴൊക്കെ അവരും എന്ത് പറയാനാ, അവരും അത് വളരെ നിശബ്ദമായിട്ട് നിസ്സഹായത്തോടെ നിൽക്കേണ്ടി വന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം അതാണ് ഞാൻ പറയാം, പലപ്പോഴായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പടച്ചയുടെ പടപ്പിന് എല്ലാം പടച്ചന് ഒരു ഇത് കണ്ടിട്ടുണ്ടാവും. ഈ പടപ്പിന് പഠിച്ചത് ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ട. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലതിനായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു പടപ്പിലേക്ക് പടച്ചത്? ഒരു ആണായിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ണില്ലാത്ത ആളായതുകൊണ്ട് ജനിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ വല്ല ഭയങ്കരമുള്ള ആൾക്കാരായിട്ട് ജനിച്ചോട്ടെ. പക്ഷെ അവരോടൊക്കെ സഹതാപമാണ്. ഞങ്ങളുടെ ആൾക്കാരോട് ഭയങ്കര വിമർശനം, ഭയങ്കര കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം, പരിഹാസം. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ലൈഫ് തന്നത്? അത് ആ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് ആ ലൈഫ് മനസ്സിലാവുള്ളൂ, അത് എത്രത്തോളം വേദനയുള്ള ലൈഫാണെന്നുള്ളത്. കാണുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചാന്തുപൊട്ടാണല്ലോ, കുണ്ടനാണ്, 9 നിങ്ങൾ ഇടുന്ന ഓരോ കമൻസുകൾ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ എത്രത്തോളം ബാധിക്കും, അവരത് എത്രത്തോളം അതിന് വിഷമം ഉണ്ടാക്കും, ഒരു ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല. അവൾ വളരെ ലാഘവത്തോടെ ഇട്ട് പോവുകയാണ്. പക്ഷെ അത് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഇടുമ്പോൾ അത് ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾക്കത് മാനസികമായി ഉണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുതാണെന്നുള്ളത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ താങ്കളുടെ മുഖം കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. കാരണം ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുമില്ല, എന്നാൽ പിന്നീട് ഇത് റിപ്പീറ്റേഷൻ തന്നെയാണ്. നമ്മളിതിപ്പോൾ എത്രത്തോളം ഇരുന്ന് വാചാലയായാലും അല്ലെങ്കിൽ വാചാലനായാലും അവരുടെ നിലപാടുകൾ, ചിലരുടെ നിലപാടുകൾ എന്താ പറയുക, ഇരുമ്പുലക്ക് പോലെയാണ്, ഒരിക്കലും മാറുകയില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. നിങ്ങളിങ്ങനെ കാണണം, ഇങ്ങനെ തന്നെ ജീവിക്കണം, ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് പോകാൻ പറയുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിരന്തരം ട്രോളുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയൊക്കെ എന്നെ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ് എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ പറഞ്ഞ് ഇതാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങ് മരിച്ചാലോ, ഞാൻ മരിച്ചു കഴിഞ്ഞവരൊക്കെ പ്രശ്നം തീരുമോ, അത്തരത്തിൽ എന്നെ അയാൾ അപമാനിച്ചിട്ടുണ്ട്. വളരെ വൾഗറായിട്ട് വളരെ മോശമായ രീതിയിലൊക്കെ പറഞ്ഞ് അയാൾ ഇതാക്കുമ്പോൾ അയാൾ താഴത്ത് കുറേ ആൾക്കാർ സപ്പോർട്ടിങ് കമന്റ് ഇടുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്താണ് പഠിച്ചത് ഈ ലോകം ഇങ്ങനെ, എന്താണ് ഇവർക്കൊക്കെ മനസ്സിൽ, ഇവരെ കുടുംബത്തൊക്കെ ഇങ്ങനെ ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഇതുപോലെയൊക്കെ സംസാരിക്കുമോ, അല്ലെങ്കിൽ പറയുമോ, അല്ലെങ്കിൽ ഇവർക്ക് നാളെ ഇങ്ങനെ ഒരു മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇവരിങ്ങനെയൊക്കെ ഇതാക്കുമോ? കൊല്ലാൻ പറ്റൊന്നുമില്ലല്ലോ.
ഞാൻ അത് ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള രീതിയിൽ. എന്നൊക്കെ പറയുന്നതിൻ്റെ അത്രത്തേക്ക് ഞാൻ പറഞ്ഞ് ഞാൻ സഹി കെട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ഫഹദിനെതിരെ. അതുവരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ എൻ്റെ മരിച്ചുപോയ ഉപ്പാനെ പറയുന്ന അവനൊക്കെ തല്ലി കൊല്ലാൻ ആളില്ലേ, അല്ലെങ്കിൽ അവനൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ഈ പറയുന്ന ആളോടൊക്കെ ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ സമൂഹത്തിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഇതിൽ ജീവിച്ചു പോകുന്നു. ഇനിയിപ്പോൾ എൻ്റെ ആഷിൻ്റെ റിലേഷൻ ആണെങ്കിൽ പോലും അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ആരെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ആരെ കൂടെ ജീവിക്കണം, അതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യ അനുവദിച്ച് തരുന്നുണ്ട്. എങ്കിൽ പോലും ആൾക്കാരുടെ ഭാഗത്തേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങളെ മാനസികമായിട്ട് ഉപദ്രവിക്കുക, മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഇറക്കുക. ഭയങ്കര വൾഗറായിട്ടാണ് അയാൾ വീഡിയോ ഇറക്കുന്നത്. നാളെ അയാൾക്ക് ഇതേപോലെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെയൊക്കെ ഇത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ അവസ്ഥയെന്നേ ഞാൻ പറയുന്നു, അല്ലാതെ ഒരു ഡിസോർഡർ എന്നോ ഒരു വൈകല്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ ആർക്കും സംഭവിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ക്രോമസോമിൻ്റെ എനിക്കൊന്ന് 19-20 അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ഒരു പുരുഷന് സ്ത്രൈണത വരാം, ഒരു സ്ത്രീക്ക് പുരുഷത്വം വരാം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്കാർക്കും വരാം, എനിക്ക് വരാം, ഈ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിലും വരാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് അവരത് മനസ്സിലാക്കാതെ ഇത്രത്തോളം ക്രൂശിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. കാരണം മനുഷ്യനല്ലേ അല്ലേ, എന്തൊക്കെയാണെങ്കിലും മനുഷ്യനല്ലേ, മനുഷ്യനാണ് എന്നുള്ള ഒരു മര്യാദ കൊടുക്കാം എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ സത്യം പറഞ്ഞാൽ എന്താ ഈ അഭിമുഖത്തിലൂടെയെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരും അംഗീകരിക്കണം, മനസ്സ് കാണിക്കണം. ഇതൊരു അഭിനയമോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ സ്ത്രീവേഷം കെട്ടി, അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെല്ലാം ഇങ്ങനെ ജനിച്ചു പോയി, അത് ഞങ്ങൾ തെറ്റല്ല. അത് മനസ്സിലാക്കി ഞങ്ങൾ ചേർത്ത് പിടിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾക്കെതിരെ വന്ന് എന്താ പറയുക ഇത്തരത്തിലുള്ള കമൻസുകൾ ഇട്ട് ഞങ്ങളുടെ മനസ്സ് ഓൾറെഡി തകർന്നിരിക്കുന്ന മനസ്സിൽ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. പിന്നെ കർമ്മ, ഞാൻ ഫഹദിനെ കാര്യം അങ്ങനെ വിചാരിക്കുന്നത്, കർമ്മ ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അവരെ കുടുംബത്തിൽ ഇതേപോലെ ഒരാൾ ജനിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ കുട്ടി അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ, അല്ലെങ്കിൽ അപ്പോൾ ആ കുട്ടിയുടെ ബാക്കിയുള്ള ആൾക്കാർ, ഫാമിലികൾ എത്രത്തോളം കഷ്ടപ്പാടുകളും വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാവുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ എന്താ പറയുക, ഫഹദൊക്കെ എനിക്ക് എന്നെ പറയാവുന്ന അപ്പുറത്തേക്ക് പറഞ്ഞ് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ പല വീഡിയോസും കണ്ടിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ മേത്ത് ആരോപിച്ച് അതടക്കം വീഡിയോ ഇടുമ്പോൾ എന്തിനാ ഇത്ര ദേഷ്യം? എന്തിനാ ആ വ്യക്തിക്ക്? നല്ല ആരും ആയിക്കോട്ടെ ഈ കമന്റ് ഇടുന്ന എന്തിനാ ഇത്ര? എനിക്കറിയില്ല ആ വ്യക്തി എന്താ നിങ്ങൾ ചെയ്ത തെറ്റ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഞാൻ എൻ്റെ സ്വത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാനായി ജീവിക്കുന്നത് കൊണ്ടാണോ, എനിക്കറിയില്ല ഇവരെന്തിനാണ് ഇത്രത്തോളം ഒരു പ്രശ്നം ഇയാൾക്ക് ഇതിൽ വരുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഫാമിലി അല്ല, ഞങ്ങളുടെ കൂട്ടുകാരല്ല, ഞങ്ങളുടെ കുടുംബമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി വളരെ മോശമായ രീതിയിൽ, വളരെ അറക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ, അത്തരത്തിലാണ് അയാൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാണ് ഇയാൾ ഇത്രത്തോളം ഞങ്ങളെ ഈ വീഡിയോ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നുള്ളത്. അതെല്ലാം ആൾക്കാർ കണ്ട് രസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിൽ ഇപ്പോൾ ഫഹദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്ര മോശം കമൻറ്റുകൾ ഇടുന്നവർ, അവരോടല്ല, ഇത് കണ്ട് പുറത്തുനിന്ന് ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് ലൈക്ക് അടിക്കുകയും ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കുണ്ടൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേടൊക്കെ ഇട്ടുന്നതിന് അതിന് 2000, 3000, 4000, 5000 ലൈക്കുകളാണ്. ഇങ്ങനെ ലൈക്ക് അടിക്കുന്നവരോടൊക്കെ എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാനുള്ളത്? ഞാൻ പറയുന്നത്, നിങ്ങൾ മനുഷ്യരല്ലേ, നിങ്ങൾക്ക് എന്താണ് ഒരാളെ അംഗീകരിക്കാൻ പറ്റാത്തത്? എന്തിനാണ് നിങ്ങൾ സ്വയം ഒരാളെ മനസ്സിൽ, എനിക്ക് നല്ല പേഴ്സണൽ എൻ്റെ പല സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് പേഴ്സണലി ഒരാൾക്ക് ഒരു വിഷമം കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഒരാൾക്ക് സഹായമോ അല്ലെങ്കിൽ സന്തോഷമോ കൊടുക്കാൻ പറ്റിയിട്ടില്ലാതിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്ക് ഒരിക്കലും ഒരു വിഷമം കൊടുക്കരുത്. കാരണം അത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല. പല ട്രാൻസും ഇത്തരത്തിലുള്ള അവഗണനയും മാനസികമായ പ്രയാസം ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടത് ഞാനൊക്കെ പലപ്പോഴും എന്റെ കൂടെ ആശയുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആശയില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ എന്നെ പറയാന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ മരിച്ചു പോയേനെ. കാരണം എനിക്ക് ഒരിക്കലും ഇത് കേട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം അത്രക്കായി എന്നൊക്കെ ഈ സമൂഹ മാധ്യമ മുമ്പിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കര രീതിയിൽ അണ്ടിത്താത്ത, കുണ്ടൻ, 9, ചാന്ത് പൊട്ട്, കോൽക്കളിയാണോ, വിമർശിച്ചോട്ടെ, മാന്യമായ ഭാഷയിൽ വിമർശിക്കാം. അതെ, ഒരുപാട് ട്രോളുകളുണ്ട്. ഞാൻ പല ട്രോളുകളും കണ്ട് രസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ചിലതെല്ലാം വളരെ വൾഗറായിട്ടുള്ള രീതിയിലുള്ള ട്രോളുകളാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾ ട്രോളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, അത് കണ്ട്
നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കും, എനിക്ക് ആ കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ അത് എത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ മാറ്റി നിർത്താണ്ട്, അല്ലെങ്കിൽ അവരെ ഒരു വേറുള്ള കണ്ണിലൂടെ കാണാണ്ട് അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി അവരും ഒരു സഹജീവിയായി കണ്ട് എല്ലാ ജെൻഡറിനെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇവിടുന്ന് തന്നെ നിങ്ങളെ മക്കളെയാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് കൊണ്ടുവരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ മാറ്റം ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഇവർ മനുഷ്യരാണ്, ഇവർക്കും ജീവിക്കണം, ജനിച്ചുപോയി, ജീവിച്ചേ പറ്റൂ. ആത്മഹത്യ ചെയ്യാനോ പാതി വഴിക്ക് ജീവിതം അവസാനിപ്പിക്കാനോ ആർക്കും ആഗ്രഹമില്ല. ഞാനാണെങ്കിലും നീയാണെങ്കിലും ഈ കാണുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആർക്കും ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ല, ജീവിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെ തേജോധം ചെയ്യാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. വിമർശനമാകാം, അതിപ്പോൾ എനിക്കാണെങ്കിലും ആരെയാണെങ്കിലും നമുക്ക് വിമർശിക്കാം, പക്ഷേ വിമർശനം ഏതാണെങ്കിലും അത് മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിലാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ ഇനിയെങ്കിലും ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാവട്ടെ. കമൻറ്റ് സെക്ഷനിലാണെങ്കിലും ഇപ്പം കമൻറ്റ് സെക്ഷനാണല്ലോ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുറന്ന് വെച്ചിരിക്കുവാണല്ലോ നമ്മളെക്കുറിച്ച് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നല്ലൊരു നാളേക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമുക്ക്